പ്രിയപ്പെട്ടവരെ, ഹമാസ് ഇസ്രയേൽ വെടിനിർത്തൽ നിലവിൽ വന്നതിന് പിന്നാലെ ഇസ്രയേലിലും മറ്റ് ലോകത്തിന്റെ പലയിടങ്ങളിലും ഇത് ഇസ്രയേലിന്റെ വലിയ പരാജയമല്ലേ? ഇസ്രയേൽ എത്രത്തോളം ഹമാസിനെ ഉന്മൂലനം ചെയ്യുമെന്ന് പറഞ്ഞു, ബന്ദികളെ മോചിപ്പിക്കുമെന്ന് പറഞ്ഞു, ഈ കാര്യങ്ങളിലൊക്കെ എത്രത്തോളം വിജയിച്ചു എന്നൊക്കെയുള്ള വലിയ ചർച്ചകൾ ഈ ദിവസങ്ങളിലും ഒക്കെ ഇങ്ങനെ പുരോഗമിക്കുന്നുണ്ട്. അതിനിടയിൽ ഏറ്റവും ശ്രദ്ധേയമായി വരുന്നൊരു വാർത്ത, കഴിഞ്ഞ ദിവസം ഇസ്രയേൽ റേഡിയോയ്ക്ക് അനുവദിച്ചൊരു അഭിമുഖത്തിൽ ഇസ്രയേലിലെ ഒരു റിട്ടയർഡ് ലഫ്റ്റനന്റ് കേണൽ, സൈന്യത്തിൽ അദ്ദേഹം വലിയ പദവി ഉണ്ടായിരുന്ന ഒരാൾ, യോം കിപ്പൂർ അടക്കമുള്ള യുദ്ധങ്ങളിലൊക്കെ പങ്കെടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു സൈനിക മേധാവി, അദ്ദേഹം ഇപ്പോൾ സൈനിക സേവനം ചെയ്യുന്നില്ല, അദ്ദേഹം റിട്ടയർ ആയിപ്പോയി. അല്ലെങ്കിൽ 2018 അദ്ദേഹം റിട്ടയർ ആയിപ്പോയതാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളാണ് പശ്ചിമേഷ്യൻ മാധ്യമങ്ങൾ ഇപ്പോൾ വളരെ പ്രാധാന്യത്തോടെ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പേര് ഇസ്ഹാഖ് ബാരിക് എന്നാണ്. പതിറ്റാണ്ടുകളുടെ സൈനിക പാരമ്പര്യമുള്ള, സൈന്യത്തിൽ എനിക്ക് തോന്നുന്നു ഇസ്രയേലിലെ സൈനിക ബഹുമതികളൊക്കെ നേടിയിട്ടുള്ള, ധീരതയ്ക്കുള്ള ബഹുമതികളൊക്കെ നേടിയിട്ടുള്ള, അത്യാവശ്യം ഞാൻ ഇദ്ദേഹത്തിന്റെ പേര്, ഈ വാർത്ത കണ്ടപ്പോൾ ഇദ്ദേഹത്തിന്റെ പേരൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കി, ഇസ്ഹാഖ് ബാരിക്. അപ്പോൾ ഇദ്ദേഹം ചെറിയ കക്ഷിയല്ല, ഇദ്ദേഹം ഈ ഇസ്രയേലിലെ കോപത്തിന്റെ പ്രവാചകൻ എന്നൊക്കെ അറിയപ്പെടുന്ന, അത്യാവശ്യം ഒരു ഇസ്രയേലിലെ ജനങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന വാക്കുകൾ പറയുന്ന, അല്ലെങ്കിൽ ഇസ്രയേലിലെ ജനങ്ങൾക്കിടയിൽ ഇതിന്റെ വാക്കുകൾക്കൊരു മതിപ്പും വിലയും ഒക്കെ ഉണ്ട്. അതുകൊണ്ടായിരിക്കണം ഒരു റേഡിയോ സ്റ്റേഷനൊക്കെ ഇദ്ദേഹത്തെ വിളിച്ച് ഒരു അഭിമുഖമൊക്കെ നടത്തുന്നത്. ആ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞത് അമ്പേ പരാജയപ്പെട്ട യുദ്ധമാണ് ഹമാസുമായി ഇസ്രയേൽ നടത്തിയതെന്നാണ്. ഒരിക്കലും ഹമാസിനെ തോൽപ്പിക്കാൻ ഇസ്രയേലിന് കഴിയില്ല. അദ്ദേഹം പല കാരണങ്ങൾ അതിന് പറയുന്നുണ്ട്. ഒന്ന്, ഹമാസ് എന്ന് പറയുന്ന ഒരു സൈക്കിള് പോലെയാണ്. അത് നിങ്ങൾ 5000 10,000 പേരെ കൊന്നതുകൊണ്ട് ഹമാസ് എന്ന് പറയുന്ന സൈനിക സംവിധാനം ഇല്ലാതാകുന്നില്ല. അതിലേക്ക് വീണ്ടും ഇങ്ങനെ ആളുകൾ റിക്രൂട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കും. 2023 ഒക്ടോബർ 7-ാം തീയതി ഇസ്രയേല് ഈ യുദ്ധം തുടങ്ങുന്ന സമയത്ത് എത്ര ഹമാസ് സൈനികർ ഇവിടെ ഉണ്ടായിരുന്നോ അത്രയും പേര് തന്നെ ഇപ്പോഴും ഉണ്ട്. കാരണം അതിങ്ങനെ റീഫിൽ ചെയ്തുകൊണ്ടിരിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരിക്കലും ഹമാസിന്റെ ഈ സൈനിക ശക്തി കുറയുന്നില്ല. 3 ലക്ഷത്തിലധികം റിസർവ് സൈനികരുള്ള ഒരു സംവിധാനമാണ് ഹമാസിന്റെ. ആലോചിച്ച് നോക്കൂ, ഇസ്രയേൽ പറയുന്നത് 17,000 സൈനികരെ കൊന്നു എന്നാണ്. 17,000 ഹമാസുകാരെ കൊന്നാൽ ഹമാസ് ഇല്ലാതായെന്ന് വിചാരിക്കാൻ പറ്റൂ? 3 ലക്ഷം പേര് അവിടെ വേറെ ഈ സൈന്യത്തിലേക്ക് അണിചേരാൻ റിസർവ് ബറ്റാലിയനിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ റിസർവായിട്ട് അവിടെ ഉണ്ടെങ്കിൽ, ഹമാസിനെ സംബന്ധിച്ച് ഒരിക്കലും അവരുടെ സൈനിക ശക്തി അതിനെ നിരായുധീകരിക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. രണ്ടാമത്തെ കാര്യം, ഈ ഇസ്ഹാഖ് ബാരിക് പറയുന്നത്, ഹമാസിന് ഗസയെന്ന് വെച്ചാൽ ഗസയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന, ചിലപ്പോൾ ഇസ്രയേലിന്റെ അതിർത്തിയെയും ഭേദിക്കുന്ന ആ നിലയ്ക്കായിരിക്കാം, 500 കിലോമീറ്ററിലധികം തുരങ്കങ്ങളുണ്ട് എന്നാണ്. അതായത് 500 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ഗസ എന്ന് പറയുന്ന ആ പ്രദേശം ഇപ്പോൾ ഹമാസിന്റെ അധീനതയിലുണ്ട് എന്ന് പറയുന്ന പ്രദേശം തന്നെ, അതിന്റെ ആകെയുള്ള വിസ്തീർണം എന്ന് പറയുന്നത് 363 ചതുരശ്ര കിലോമീറ്റർ ആണ്. അവിടെയാണ് 500 കിലോമീറ്ററിലധികം തുരങ്കമുണ്ടെന്ന്, ടണലുകളുണ്ട് ഹമാസിന് എന്ന് പറയുന്നത്. ആ ടണലുകളുടെ ഒരറ്റം പോലും, ഒരു 10% പോയിട്ട് ഒരു 5% പോലും ആ ടണലുകളിലേക്ക് എത്താനോ ആ ടണലുകളെ അപ്രോച്ച് ചെയ്യാനോ പോലും ഇതിനകം ഈ 471 ദിവസം കൊണ്ട് ഇസ്രായേൽ സേനയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു സ്വപ്ന ലോകത്തിരുന്നു കൊണ്ട് ബെഞ്ചമിൻ നെതന്യാഹുവിനെയൊക്കെ പേരെടുത്ത് അദ്ദേഹം വിമർശിക്കുന്നുണ്ട്. നെതന്യാഹുവിനെ പേരെടുത്ത് പറയുന്നുണ്ട്, ഹെർസി ഹലേവിയെ പേരെടുത്ത് പറയുന്നുണ്ട്, അതുപോലെ സൈനിക മേധാവി, അതുപോലെ യോവ് ഗാലന്റ് മുൻ പ്രതിരോധ മന്ത്രിയുടെ പേരെടുത്ത് പറയുന്നുണ്ട്, ഇസ്രായേൽ കാറ്റ്സിന്റെ പേരെടുത്ത് പറയുന്നുണ്ട്. ഇവരൊക്കെ ഒരു ഇല്യൂഷനിലാണ് ജീവിക്കുന്നത്. യഥാർത്ഥത്തിൽ ഹമാസിന് വലിയ പോറലൊന്നും ഏൽപ്പിക്കാൻ ഇസ്രായേൽ സേനയ്ക്ക് കഴിഞ്ഞിട്ടില്ല, അത് കഴിയുകയുമില്ല. അതിങ്ങനെ വീണ്ടും ഇത് ഒന്ന് വീഴുമ്പോൾ പകരം 10 എന്ന് പറയുന്നത് പോലെ ഉള്ളൊരു സംവിധാനമാണ് എന്ന നിലയ്ക്കാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്ന മറ്റ് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട ചില പഠനങ്ങൾ പോലും പറയുന്നത്, ഈ ഹമാസ് എന്ന് പറയുന്ന ആ ഒരു സംവിധാനത്തെ, അവരുടെ ആത്മവീര്യം കെടുത്താനോ അവരെ പൂർണ്ണമായും ഇല്ലായ്മ ചെയ്യുക എന്നൊക്കെ പറയുന്നത് അവിടെ നടക്കുന്ന കാര്യമേ അല്ല എന്നാണ് അദ്ദേഹം പറയുന്ന. കുറേ കാര്യങ്ങൾ സത്യമാണെന്ന് നമുക്ക് തോന്നാൻ കാരണം, ഈ 471 ദിവസമായിട്ടും ഈ ബന്ദികളെ എവിടെയാണ് ഒളിപ്പിച്ചിരുന്നതെന്ന് ഇസ്രയേലിനും അറിയില്ല. അതാകെ അറിയാവുന്നത് ഹമാസിന്റെ ഏറ്റവും അടുത്ത ആൾക്കാർക്ക് മാത്രം, അല്ലെങ്കിൽ ഹമാസുമായി ബന്ധപ്പെട്ട അതിന്റെ ഏറ്റവും രഹസ്യ സ്വഭാവം സൂക്ഷിച്ചുകൊണ്ടാണ് ആ കാര്യങ്ങൾ പോലും അവർ ചെയ്തത് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ 500 കിലോമീറ്ററിലധികം ദൈർഘ്യമുള്ള ഈ ടണലുകളുടെ 7 അയലത്ത് പോലും, അതിന്റെ ഒന്നും അടുത്ത് പോലും എത്താൻ ഇസ്രായേൽ സേനയ്ക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ, ഈ 42 ദിവസത്തെ 1-ാം ഘട്ടം കഴിഞ്ഞിട്ട് അവർ വീണ്ടും ഈ ഗസയെ ആക്രമിക്കുമെന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാകുന്നതേയില്ല, അല്ലെങ്കിൽ എന്ത് കോൺഫിഡൻസിലാണ് എന്ന് മനസ്സിലാകുന്നതേയില്ല. ഇതിനേക്കാൾ ധൈര്യം ഞാൻ ചാൾസ് ശോഭരാജിലെ കണ്ടിട്ടുള്ളൂ എന്ന്
നമുക്ക് പറയേണ്ടി വരുന്നൊരു സാഹചര്യമാണ്. 471 ദിവസം ഒന്നും ചെയ്യാൻ പറ്റിയില്ല. കുറെ പേരെ കൊന്നു, ശരിയാണ്, കുറെ പേരെ കൊന്നു, കുറെ കെട്ടിടങ്ങളൊക്കെ ബോംബിട്ട് തകർത്തു. അതിനപ്പുറത്തേക്ക് ഹമാസിന്റെ സൈനിക ശേഷിയെ പോലും 17,000 പേരെ കൊന്നു എന്നുള്ള ശരി, 17,000 1,70,70,000 പകരം വരികയാണ്. അപ്പോ ഇതൊക്കെയാണ് റിയാലിറ്റി എന്ന്, യാഥാർത്ഥ്യമെന്നും സ്വപ്ന ലോകത്ത് നിന്ന് ഈ നേതാക്കളൊക്കെ, ബെഞ്ചമിൻ നെതന്യാഹു അടക്കമുള്ള നേതാക്കളൊക്കെ പുറത്തു വരണം എന്നുമാണ് ഈ ഇസ്ഹാക്ക് ബാരിക്ക് അവരെയൊക്കെ ഉദ്ഘോഷിക്കുന്നത്, അല്ലെങ്കിൽ ഇസ്രയേൽ റേഡിയോയിലൂടെ ഇസ്രയേലിലെ ജനങ്ങളെയെങ്കിലും ഉദ്ബോധിപ്പിക്കുന്നത്. അദ്ദേഹം ഒരു വലിയ പ്രൊഫൈലുള്ളൊരു മിലിറ്ററി പേഴ്സണാണ്. ഇസ്രയേലിന് വേണ്ടി നിരവധി യുദ്ധങ്ങളിൽ, യോം കിപ്പൂർ യുദ്ധമടക്കമുള്ള പ്രധാനപ്പെട്ട പല യുദ്ധങ്ങളിലും സേനയെ നയിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട സൈനിക ഉദ്യോഗസ്ഥനാണ്. അതേസമയം ശനിയാഴ്ച 4 വനിതാ ബന്ദികളെ കൂടി ഹമാസ് ഇസ്രയേലിന് കൈമാറുന്നു. അതേസമയം ഇസ്രയേൽ ബന്ദികളാക്കിയ 200 പേരെയാണ് പകരമായിട്ട് ഇസ്രയേൽ റിലീസ് ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അതിന്റെ പേര് വിവരങ്ങളൊക്കെ പുറത്തു വരുന്നതേ ഉള്ളൂ, ആരൊക്കെയാണ് ഈ ലിസ്റ്റിൽ ഉണ്ടാവുക എന്നൊക്കെയുള്ളത്. ഏതായാലും ഈ വെടിനിർത്തൽ 42 ദിവസത്തെയെങ്കിലും വെടിനിർത്തൽ, അത് പറഞ്ഞ പ്രകാരം ഇരു വിഭാഗവും തമ്മിലുണ്ടാക്കിയ ധാരണ പ്രകാരം, അതുപോലെ അതിന് മധ്യസ്ഥ വഹിച്ച രാജ്യങ്ങൾ അവരൊക്കെ ഉണ്ടാക്കിയ ധാരണ പ്രകാരം തന്നെ പുരോഗമിക്കുന്നു എന്നുള്ളത് ഏറ്റവും ആശ്വാസകരമായ കാര്യമാണ്. അതേസമയം വെസ്റ്റ് ബാങ്ക് വീണ്ടും അശാന്തമാകുന്നു. അവിടെ പലസ്തീനികൾക്ക് നേരെയുള്ള ആക്രമണം തുടരുന്നു, നിരവധി പേർ കൊല്ലപ്പെടുന്നു. തിരിച്ചും ഈ സൈന്യത്തിന് നേരെയും തിരിച്ചും ആക്രമണമൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതാണ് ഗസയിലെയും വെസ്റ്റ് ബാങ്കിലെയും ഈ രണ്ടിടങ്ങളിലെ കാര്യങ്ങൾ പറയുമ്പോൾ അങ്ങനെ ഒരു സാഹചര്യമാണ്. ഗസയുടെ നിയന്ത്രണം പൂർണ്ണമായും ഹമാസ് ഏറ്റെടുക്കുന്നു എന്നൊക്കെയുള്ള വാർത്തകളൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മളിത് പറയുമ്പോൾ ഞാൻ ഒരു കാര്യം കൂടി ഓർക്കുന്നത്, ഇതൊക്കെ പറയുമ്പോൾ ഇപ്പോൾ ഹമാസിനെ തോൽപ്പിക്കാൻ കഴിയില്ല മക്കളെ എന്നൊക്കെ പറയുമ്പോൾ ചില സുഹൃത്തുക്കളെങ്കിലും നമുക്കത് പേഴ്സണൽ മെസ്സേജുകൾ വരെ വരാറുണ്ട്, കമൻറ്റുകളായിട്ട് മാത്രമല്ല. അപ്പോൾ അതിലെല്ലാം സ്ഫുരിച്ചു നിൽക്കുന്നത് നമ്മളിതിലെന്തോ ഒരു മതമോ അങ്ങനെ എന്തൊക്കെയോ പറയുന്നു എന്നുള്ള നിലയിലാണ്. സത്യത്തിൽ എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഈ നമ്മുടെ രാജ്യമായ ഭാരതത്തിന് എനിക്ക് തോന്നുന്നു സ്വാതന്ത്ര്യ സമരകാലം മുതൽ ഈ പറയപ്പെടുന്ന രാജ്യങ്ങളുടെയൊക്കെ ചരിത്രം മുതൽ നമ്മുടെ രാജ്യത്തിനൊരു കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാട് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാനത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അപ്പം നമ്മളുടെയൊക്കെ ചെറുപ്പകാലത്ത് സ്കൂളിൽ പഠിക്കുന്ന കാലം മുതലേ നമ്മളൊക്കെ അമേരിക്കൻ സാമ്രാജ്യത്വത്തിനെതിരെയും സയണിസത്തിനെതിരെയും ഒക്കെ മുദ്രാവാക്യം വിളിച്ച് വളർന്നു വന്ന് അങ്ങനെ ആ കാലം മുതലേ ആ ചരിത്രമൊക്കെ പഠിക്കാൻ ശ്രമിക്കുന്നവരൊക്കെയാണ്. പക്ഷേ ഇതിപ്പോൾ ഏതങ്ങോട്ട് ജൂതന്മാരും മുസ്ലിങ്ങളും തമ്മിലുള്ള പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ ജൂതന്മാർക്കെതിരെ നമ്മൾ നിലപാട് പറയുന്നു. മുസ്ലിങ്ങളായതുകൊണ്ടാണ് പലസ്തീനികൾക്കും അതുപോലെ ഹൂത്തികൾക്കും ഒക്കെ വേണ്ടി നമ്മൾ സംസാരിക്കുന്നത്. അല്ലെങ്കിൽ സംസാരിച്ച് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ചായ്വ് തോന്നുമല്ലോ, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന തംബ്നെയിലുകളൊക്കെ അങ്ങനെ തോന്നുമല്ലോ. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഇതിലൊരു മതമാണ്. യഥാർത്ഥത്തിൽ ഇതിൽ എവിടെയാണ് മതം? ഞങ്ങൾ പഠിക്കുന്ന സമയത്തുള്ള ഈ SFI എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ അതിലെല്ലാ മതങ്ങളിലും പെട്ടവരുണ്ടായിരുന്നു. അവർക്കൊക്കെ അല്ലെങ്കിൽ ആ ഒരു പാർട്ടിയുടെ തന്നെ കൃത്യമായ സ്റ്റാൻഡ് എന്ന് പറയുന്നത് പലസ്തീൻ ഐക്യദാർഢ്യം എന്ന സ്റ്റാൻഡാണ്, സ്വതന്ത്ര പലസ്തീൻ എന്ന സ്റ്റാൻഡാണ്, ആന്റി ഇസ്രയേൽ സ്റ്റാൻഡാണ്, സയനിസ്റ്റുകൾക്കെതിരായ സ്റ്റാൻഡാണ്, അമേരിക്കൻ സാമ്രാജ്യത്വത്തിനെതിരായ സ്റ്റാൻഡാണ്, അമേരിക്ക ലോക പോലീസ് കളിക്കണ്ട എന്ന സ്റ്റാൻഡ് തന്നെയാണ്. അപ്പോൾ അതിൽ പിന്നെ എവിടെയാണ് ഈ മതം വരുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിനെ പൊളിറ്റിക്കലായി കൃത്യമായിട്ടും കാണാൻ കഴിയുന്നില്ല. അതിനപ്പുറത്ത് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പലപ്പോഴും വളരെ സങ്കുചിതമായ നിലയിലേക്ക് മാറിപ്പോകുന്നു. അത് രണ്ട് മതങ്ങൾ തമ്മിൽ ഉള്ള പ്രശ്നമൊക്കെ ആയിട്ട് മാറിപ്പോകുന്നു. കഴിഞ്ഞ ദിവസം രസകരമായി തോന്നിയ മറ്റൊരു കാര്യം, നമ്മളിപ്പോൾ ഈ സാധാരണക്കാരെയൊക്കെ കുറ്റം പറഞ്ഞിട്ട് എന്ത് കാര്യമെന്ന് ചോദിക്കുന്ന പോലെ അമേരിക്കയുടെ നമ്മുടെ പുതിയ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് UN നിയോഗിച്ച അമേരിക്കയുടെ പ്രതിനിധി അംബാസഡർ അവരിരുന്നുകൊണ്ടൊരു കാര്യം പറഞ്ഞു. അതായത് വെസ്റ്റ് ബാങ്കിലേക്ക് പ്രവേശിക്കാനുള്ള എല്ലാവിധമായ ബിബ്ലിക്കൽ റൈറ്റും ഇസ്രയേലിനുണ്ട്. ഇവരൊക്കെയാണ് നമ്മുടെ ഈ ലോകക്രമത്തെ നിശ്ചയിക്കുന്നവർ. ഐക്യരാഷ്ട്ര സംഘടനയിൽ അമേരിക്കയുടെ ശബ്ദമായ ആ സ്ത്രീ, ആ വനിതാരത്നം പറയുന്നത് ഇസ്രയേലിന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് വെസ്റ്റ് ബാങ്കിൽ കയറാമെന്ന്. അപ്പം ഇതൊക്കെയാണ് ആ സാഹചര്യം. പിന്നെ ഇവിടേക്ക് ഇരുന്ന് നമ്മൾ എന്ത് പറയാനാണ്? ഇത്തരം ആളുകളൊക്കെ ഈ ഹൈ പ്രൊഫൈൽ ഇരുന്നു കൊണ്ട് ലോകത്തിന്റെ രാഷ്ട്രീയവും ലോകത്തിന്റെ നയവും നീതിയും ഒക്കെ തീരുമാനിക്കുന്നിടത്ത് സംസാരിച്ചു കൊണ്ടേയിരിക്കുക എന്നുള്ളതല്ലാതെ മറ്റു വഴിയില്ല എന്നാണ് തോന്നുന്നത്. നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഇപ്പോൾ ഒരാൾക്കെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങൾ ഇതൊരു സ്വാതന്ത്ര്യ പ്രക്ഷോഭം, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം പോലെ ഒരു സ്വാതന്ത്ര്യ പ്രക്ഷോഭമാണെന്നും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിലും ഇങ്ങനെ രണ്ട് വിഭാഗങ്ങൾ ഉണ്ടായിരുന്നുവെന്നും അല്ലെങ്കിൽ ഈ രണ്ട് തീവ്രാശയങ്ങൾ പേറുന്നവരും മിതവാദികളും ഉണ്ടായിരുന്നുവെന്നും സുഭാഷ് ചന്ദ്രബോസും ഭഗത് സിംഗും VK ദത്തും സുഖദേവും രാജഗുരുവും ചന്ദ്രശേഖർ ആസാദും ഒക്കെ ഒരർത്ഥത്തിൽ ഇവരൊക്കെ പറയുന്ന പ്രകാരമാണെങ്കിൽ ഭീകരവാദികളാകേണ്ടവരാണ് എന്നുമൊക്കെ എത്ര പേരോട് പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവും?
കാര്യം അവരൊക്കെ തീവ്ര നിലപാടുകൾ എടുത്തവരായിരുന്നു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യമായിരുന്നു അവരുടെ ലക്ഷ്യം. അതിനുവേണ്ടി ആയുധമെടുത്ത് പോരാടാൻ ആഹ്വാനം ചെയ്യുകയും ആയുധമെടുത്ത് പോരാടുകയും ചെയ്തിരുന്നവരായിരുന്നു. അവരൊക്കെ തീവ്രവാദികളും ഭീകരവാദികളുമായി കഴിഞ്ഞാൽ അങ്ങനെ ആകണമെങ്കിൽ അങ്ങനെയാണ് ഇതിന്റെ കാഴ്ചപ്പാടെങ്കിൽ പിന്നെ നമ്മൾ എന്ത് പറയാനാണ്? ഹമാസ് നടത്തുന്നത് ഗസയുടെ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭമാണെന്ന് പറയുമ്പോൾ അതല്ല അവിടുത്തെ വിഘടനവാദവും തീവ്രവാദമാണെന്ന് പറഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെയാണ്. അപ്പോൾ മനസ്സിലാകുന്ന വളരെ കുറച്ച് പേർക്കെങ്കിലും മനസ്സിലാകാൻ വേണ്ടി മാത്രമാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. ചരിത്രം ഒന്നുകൂടി വായിച്ച് പഠിക്കുമ്പോൾ നമ്മളിപ്പം മറ്റേ മതഗ്രന്ഥങ്ങളിൽ എന്ന് പറഞ്ഞു എന്നുള്ളതിനപ്പുറത്ത് ഈ രണ്ട് രാജ്യങ്ങളുടെയും ചരിത്രം അതെങ്ങനെ ഉണ്ടായി, അത്തരം കാര്യങ്ങളിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ 8 പതിറ്റാണ്ടായി ഒരു ജനത അഭിമുഖീകരിക്കുന്ന എത്രയോ ജനറേഷൻ, ഒരു 8 പതിറ്റാണ്ടെന്ന് പറയുമ്പോൾ രണ്ടോ മൂന്നോ ജനറേഷനായി ആ തലമുറകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന തീരാവേദനകളും തീരാദുരിതവും അതിൻ്റെയൊക്കെ ചരിത്രം പഠിക്കുമ്പോൾ ഒരിക്കലും ഒരു പലസ്തീൻ പക്ഷപാതിയാകാതിരിക്കാൻ ഒരു മനുഷ്യന് കഴിയില്ല എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. അപ്പോൾ കൂടുതൽ വാർത്തകളുമായും വിശേഷങ്ങളുമായും വീണ്ടും നിങ്ങൾക്കൊപ്പം ചേരാം. നമസ്കാരം.